സിനിമാക്കാരൻ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്റർ റിലീസായി എത്തിയ കഥ ഇന്നുവരെ എന്ന സിനിമയെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സംവിധാനം ചെയ്തിരിക്കുന്ന വിഷ്ണു മോഹനാണ്. ബിജു മേനോൻ, മെതിൽ ദേവിക, നിഖില വിമൽ, അനുശ്രീ, അതുപോലെ അനു മോഹൻ, ഹക്കീം ഷാജഹാൻ, രഞ്ജി തുടങ്ങിയവരൊക്കെയാണ് സിനിമയിൽ മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ളത്. സിനിമ മൊത്തത്തിൽ ഒരു പ്രണയ സിനിമയാണ്. 4 ട്രാക്കുകളിൽ പ്രണയകഥ പറഞ്ഞു പോകുന്നതാണ്. 4 പേരുടെ ലൈഫിൽ സംഭവിക്കുന്ന 4 ടൈപ്പ് പ്രണയം, അതാണ് സിനിമ പറയുന്നത്. ബിജുമേനൻ, മെതിൽ ദേവിക ജോഡികളുടെ ഒരു ട്രാക്ക്, അതുപോലെ തന്നെ അനു മോഹൻ, നിഖില വിമൽ എന്നിവരുടെ മറ്റൊരു ട്രാക്ക്, പിന്നെ അനുശ്രീ, ഹക്കീം ഷാജാൻ എന്നിവരുടെ ട്രാക്ക്, പിന്നെ കുട്ടികളുടെ വേറൊരു ട്രാക്ക്. അങ്ങനെ മൊത്തത്തിൽ 4 ട്രാക്കിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. എന്നൊരു ഇതൊരു ആന്തോളജി സീരീസ് ആ ടൈപ്പ് സിനിമയല്ല, ഒരേ പാരലായിട്ട് 4 കഥയും പറഞ്ഞു പോകുന്നതാണ്. കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു നോർമൽ റൊമാൻറ്റിക് മൂവി എന്ന രീതിയിൽ തന്നെ പ്രേക്ഷകരെ പരിപൂർണമായി ആസ്വദിപ്പിക്കാൻ സിനിമയിൽ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ ഒരു തലത്തിലേക്ക് ഉയരുകയോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കൈവിട്ടു പോവുകയോ ഡൗൺ ആവുകയോ ചെയ്തിട്ടില്ല. ഒരു എന്റർടൈനർ എന്ന രീതിയിൽ പരിപൂർണമായ സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയുടെ കഥയിലേക്ക് വന്നാൽ ഏജ് ഓവറായിട്ടും കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ഒരു സർക്കാർ ഓഫീസിലെ പ്യൂണായ രാമചന്ദ്രൻ എന്നുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ബിജുമേനൻ എത്തിയിരിക്കുന്നത്. ഇതേ ഓഫീസിലെ തന്നെ ഒരു ഗസറ്റഡ് ഓഫീസറായിട്ട് സ്ഥലം മാറി വരുന്ന കഥാപാത്രമാണ് മെതിൽ ദേവിക അവതരിപ്പിക്കുന്ന കഥാപാത്രം. മികച്ചൊരു നർത്തകിയ മെതിൽ ദേവികയുടെ ഫസ്റ്റ് സ്ക്രീനിങ്ങും ഗംഭീരമായി തന്നെ പുള്ളിക്കാരെ അഭിനയിച്ചിട്ടുണ്ട്. വളരെ രസമാണ് പുള്ളിക്കാരിക്കുള്ള സ്ക്രീൻ പ്രസൻസ്, അതുപോലെ ക്യാരക്ടർ മനോഹരമായി വന്നിട്ടുണ്ട്. നിഖില വിമലിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ അടുത്തിടെ ഇറങ്ങിയ പടങ്ങളിലൊക്കെ ഇപ്പൊ ഗുരുവായൂരമ്പലനടയിലാണെങ്കിലും നുണക്കുഴിയിലാണെങ്കിലും പ്രത്യേകിച്ച് പുള്ളിക്കാരിക്ക് സംഭാഷണം ഒന്നുമില്ലെങ്കിലും ഒരു പ്രത്യേകതരം ഭാവം കൊണ്ട് പുള്ളിക്കാരി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ദേഷ്യപ്പെടുന്ന ഭാവം അല്ലെങ്കിൽ പക തോന്നിപ്പിക്കുന്ന കഥാപാത്രമൊക്കെ ആയിട്ട് 2 സിനിമയിലും ഏകദേശം സെയിം ക്യാരക്ടറൈസേഷൻ തന്നെയായിരുന്നു പുള്ളിക്കാരി കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ചിത്രത്തിൽ പുള്ളിക്കാരി കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം സിനിമയിൽ ഉടനീളം പുള്ളിക്കാരുടെ കഥാപാത്രം ഡയലോഗ് പ്രസന്റേഷൻ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് കിട്ടിയ ക്യാരക്ടറിനെ മനോഹരമായി പുള്ളിക്കാരി അവതരിപ്പിക്കും. അത് പുള്ളിക്കാരി പ്രയോജനപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എടുത്തു പറയേണ്ട ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്ന അനുശ്രീയാണ്. അനുശ്രീയുടെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിൽ എല്ലാ ക്യാരക്ടറുകളും വളരെ പ്രാരാബ്ദം നിറഞ്ഞ കഥാപാത്രമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയിലും വ്യത്യസ്തമൊന്നുമല്ല. അതുപോലെ തന്നെ ഒരുപാട് ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന നസീമ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് അനുശ്വരി അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പറയേണ്ടതാണ് അനുശ്വരിയുടെ ജോഡിയായിട്ട് അഭിനയിച്ചിരുന്ന ഹക്കീം ഷാജഹാൻ. ഹക്കീം ഷാജഹാൻ ഇപ്പൊ ഇന്ന് ഒരു അവാർഡ് എന്തോ കിട്ടി, ഇന്നലെ അങ്ങോട്ട് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് അയാൾ ചെയ്ത കഥാപാത്രങ്ങൾ, ഇതുവരെയുള്ള മലയാള സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ അയാളുടേതായ ഒരു കയ്യൊപ്പ് പതിപ്പിക്കാൻ, അയാളുടേതായ ഒരു ടാലന്റിൽ ശൈലിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും ഇയാൾ അവതരിപ്പിച്ചിരുന്ന കഥാപാത്രം വളരെ മനോഹരമായി അയാളുടെ കഴിവിന്റെ പരമാവധി കഥാപാത്രത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മികച്ച കഥാപാത്രം സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്ന അപ്പുണ്ണി ശശിയാണ്. ശില്പിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഉണ്ടാക്കുന്ന ഒരു സ്ട്രഗിളിങ്, അതുപോലെ തന്നെ ഒരു ശില്പം അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസികമായ തയ്യാറെടുപ്പ്, അതിന്റെ ഫിനിഷിങ്ങിൽ കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യം, അതൊക്കെ ആ കഥാപാത്രം വളരെ മനോഹരമായി തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട്. നോർമൽ ഓഡിയൻസ് നമ്മൾ ആലോചിക്കുന്ന ഒരു നോർമൽ റൊമാൻറ്റിക് പ്രണയകഥയല്ല സിനിമ സ്വീകരിച്ചിരിക്കുന്ന വിഷയം. സാമൂഹികമായി റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റിനാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ സംവിധായകൻ വിഷ്ണു ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നത് വളരെ മനോഹരമാണ്. മലയാള സിനിമയിൽ തന്നെ മനോഹരമായ ഒരു പ്രണയ സിനിമകളുടെ സംഭാഷണങ്ങളിലൂടെയാണ് ടൈറ്റിൽ കാർഡ് കടന്നു പോകുന്നത്. അത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, മഞ്ജു വാര്യര്, ശോഭന, പാർവതി തിരുവോത്ത് തുടങ്ങി എന്നിവരുടെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെ അവർ പറഞ്ഞ ഡയലോഗിലൂടെയാണ് സിനിമ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിലെ തന്നെ നായകനായ ബിജു മേനോന്റെ പ്രണയ സംഭാഷണങ്ങളും അതിനൊപ്പം തന്നെ കാണിച്ചു പോകുന്നുണ്ട്. അത് ആ ഒരു ടൈറ്റിൽ കാർഡ് പ്രസന്റേഷൻ നമ്മുടെ സിനിമയിലേക്ക് പൂർണ്ണമായി തന്നെ ഇൻവോൾവ് ആവാൻ സഹായിക്കുന്നുണ്ട്. പ്രണയം എന്ന് പറയുന്ന സബ്ജക്ട് മലയാള സിനിമയ്ക്ക് അന്യമൊന്നുമല്ല. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ സിനിമ ഉണ്ടാക്കുന്ന പ്രണയം എന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തായിരിക്കും. ഈ സിനിമയിലും അതേ പ്രണയം തന്നെയാണ് പറയുന്നത്. പലരുടെയും പ്രണയാനുഭവങ്ങളെ പല രീതിയിൽ ഈ സിനിമ കാണിച്ചിട്ടുണ്ട്. ചിലവരുടെ നഷ്ടപ്രണയമാണെങ്കിൽ സംഗമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രണയം, പലതരത്തിലുള്ള പ്രണയങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നു. ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൂടി കുറച്ചു ആലോചിക്കാനോ ചിന്തിക്കാനോ പറയാനൊക്കെ എന്തൊക്കെയോ ബാക്കി വെച്ചിട്ടുണ്ട് സംവിധായകൻ. നമ്മളെ ഒരുപക്ഷെ നമ്മളുടേതായ രീതിയിൽ അത് ഫില്ല് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. സിനിമ ഒരു ആവറേജ് ഫീൽ അല്ലെങ്കിൽ എബോ ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മേപ്പടിയാന് ശേഷം അദ്ദേഹം ചെയ്യുന്ന 2ാമത്തെ സിനിമയാണിത്. ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്ന സംവിധായകൻ വിഷ്ണു മോഹനും, അത് കൂടാതെ ഈ സിനിമയുടെ തന്നെ ക്യാമറാമാനായ ജോമോട്ടി ജോണും, പിന്നെ അതിന് സിനിമയുടെ തന്നെ എഡിറ്ററായ ഷമീർ മുഹമ്മദും, ഹാരിസ് ദേശവും, അനീഷ് ബിബിയും, കൃഷ്ണമൂർത്തി, അങ്ങനെ കുറെ പേര് ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പ്രണയത്തിൽ സംഭവിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചിലതൊക്കെ ഓർഗാനിക്കായിട്ട് സംഭവിക്കണം. ചില കാര്യങ്ങളൊക്കെ സിനിമയിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചിലതൊക്കെ ഏച്ച് കെട്ടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ ഓരോരുത്തർക്കും ഓരോ രീതിയിലാക്കി ഫീൽ ചെയ്യുന്നത്. ജോമോട്ടി ജോണാണ് ക്യാമറാമാൻ. അദ്ദേഹത്തിന്റെ ക്യാമറ വർക്ക് സിനിമയിൽ മനോഹരമായി തന്നെ നമുക്ക് തോന്നി.
സിനിമയുടെ മ്യൂസിക് അത്യാവശ്യം കുഴപ്പമില്ല. പടത്തിന്റെ BGM-ഉം സിനിമയോടൊപ്പം തന്നെ ചേർന്ന് നിന്നു. സംവിധാനത്തെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ചില ഷോട്ടുകളൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. ബാക്കി ഓവറോൾ ഒരു വാച്ചബിൾ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എനിവേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അങ്ങനെ നായികയായിട്ട് അഭിനയിച്ച മിഥിൽ ദേവികയുടെ മുൻ ഭർത്താവ് മുകേഷ് സിനിമ കാണാൻ പോയിട്ട് എന്റെ ഭാര്യ മിഥിൽ ദേവികയാണ് ഇതിൽ നായിക, അതുകൊണ്ട് കാണാമെന്നാതെ കിടന്ന് പറയണ കേട്ടു. ഞാൻ വായിച്ചെടുത്തോളം മിഥിൽ ദേവിയും മുകേഷും തമ്മിൽ വേർപിരിഞ്ഞിട്ടുണ്ട്. അവർ തമ്മിലുള്ള കേസ് ഫാമിലി കോർട്ടിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് മുകേഷ് വന്ന് ക്യാമറയുടെ മുമ്പിൽ വന്ന് ആരെ കളിപ്പിക്കാനാണ് ഈ വാവിളിക്കുന്നത്? എന്റെ ഭാര്യയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇത്രയും ക്രെഡിബിലിറ്റി അല്ല, ഒരു നൃത്തത്തിലൊക്കെ കഴിവുള്ള അസാമാന്യമായ ഒരു പ്രതിഭയായ മിഥിൽ ദേവിക, ഇത്രയും കാലിബറുള്ള ഒരു നർത്തകി മുകേഷിനെ പോലെ ഒരാളുടെ വലയിലൊക്കെ വീണ് അയാളെ കല്യാണം കഴിച്ചതൊക്കെ ഓർത്ത് നമുക്ക് സഹതപിക്കാനാ കഴിയുള്ളൂ. മുകേഷ് ഇപ്പോഴും അത് ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ക്യാമറയുടെ മുമ്പിൽ വരുന്ന ഓർത്തിട്ട് മുകേഷിനോട് നമുക്കൊരു സഹതാപം മാത്രമേ ഉള്ളൂ. കഷ്ടം.